Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marine Hospital, പാല. നമ്മൾ പല ആളുകളിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കോമൺ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്കിൻ കണ്ടീഷൻ. സ്കിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ചൊറിച്ചിലാണ് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. പല ആൾക്കാർക്കും തലയുടെ ഭാഗത്തായിരിക്കും ചൊറിച്ചിൽ, പല ആൾക്കാർക്കും ഈ കൈയും കാലും സ്ഥലങ്ങളിലായിരിക്കും ചൊറിച്ചിൽ, പല ആൾക്കാർക്കും ഇടയിലൊക്കെ ആയിരിക്കും, കൈയുടെ ഭാഗത്ത് കാലിൻ്റെ ഇടകളിലായിരിക്കും ചൊറിച്ചിലുണ്ടാകുന്നത്, ചിലപ്പോൾ വയറിൻ്റെ ഭാഗത്തായിരിക്കും, പുക്കിളിന് ചുറ്റായിരിക്കും ചൊറിച്ചിൽ വരുന്നത്. അതേപോലെ ബോഡിയുടെ പല വശങ്ങളിലായിട്ട് ഈ പറയുന്ന ഇച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പം വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താ, അതിൽ ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ അത് കുറവുണ്ട്, പിന്നെയും അത് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്താണ് ഈ നമ്മൾ സ്റ്റെറോയിഡായിട്ടുള്ള ക്രീംസ് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് പൊതുവെ പോകാറുള്ളത്. പക്ഷേ ഞാനെപ്പോഴും പറയുന്നത്, നമ്മൾ ഈ ഒരു സ്കിൻ കണ്ടീഷൻ, അതിപ്പം മുടി കൊഴിച്ചിലും ഒരു സ്കിൻ കണ്ടീഷനാണ് കേട്ടോ. അതേപോലെ ഡാൻഡ്രഫ്, അതേപോലെ തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് കണ്ടീഷൻ, എക്സിമ, ഡെർമറ്റൈറ്റിസ് കണ്ടീഷന്, ഫംഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, പല കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പല ആളുകൾക്കും ചില പ്രോട്ടീനുകൾ പറ്റത്തില്ല. അപ്പോൾ ഈ ചില പ്രോട്ടീനുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചിലർക്ക് മുട്ട കഴിച്ചാലാണ് പ്രശ്നം, ചിലർക്ക് മീൻ കഴിച്ചാലാണ് പ്രശ്നം, ചിലർക്ക് ഈ ഷെൽ ഫിഷുകൾ, ഈ ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ, കക്ക, അങ്ങനത്തെ സാധനങ്ങളിലായിരിക്കും പ്രശ്നം കാണിക്കുന്നത്. ചിലർക്ക് ഈ പറയുന്ന ചില പച്ചക്കറികളിൽ പ്രശ്നം കാണിക്കും, ചിലർക്ക് ചില പഴവർഗ്ഗങ്ങളിൽ കാണിക്കും. അങ്ങനെ പല ടൈപ്പുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉള്ളിലേക്ക് ഈ ഒരു കാര്യം സപ്ലൈ ചെയ്തേച്ച് ഇതിലൂടെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ബോഡി അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ മെക്കാനിസം ഉണ്ടാക്കിയിട്ട് സ്കിൻ കണ്ടീഷനിലേക്ക് വരിക. ഇതാണ് നമ്മൾ ശരിക്കും സംഭവിക്കുന്നത്. അപ്പം ഓരോ കാര്യത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അപ്പം ആദ്യം നമ്മൾ കാരണമായിട്ട് എടുക്കുന്നത്, പല ആൾക്കാരുടെ ഒരു കോമൺ ആണ്, ഇപ്പം വളരെ കോമൺ ആണല്ലോ ഡയബറ്റീസ്. ഇപ്പോൾ ഡയബറ്റിക് കണ്ടീഷനിൽ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഫംഗൽ ഇൻഫെക്ഷൻ. അത് നമ്മൾ ഇപ്പം ഡയബറ്റിക് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് അവരവരുടെ കാലിന് വിരലുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഫംഗൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ, കുഴിനകമായിട്ട് ബന്ധപ്പെട്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ നഖമൊക്കെ ഇങ്ങനെ കറുത്ത് ഡാമേജ് വരുന്ന രീതിയുണ്ടോ, ഈ നഖമൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് രീതികളുണ്ട്. അപ്പോൾ അങ്ങനെ രീതികൾ കാണുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയാൽ മതി. ചില കണ്ടീഷനിൽ എന്താ, കാലിലേക്കുള്ള ഈ രക്തയോട്ടം കുറഞ്ഞേച്ച് ആ ഭാഗം കറുത്ത് വരുന്നത്, പിന്നെ ഈ നാഡികൾക്ക്, നെർവ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞേച്ച് അവിടെ പുകച്ചിൽ, മരവിപ്പ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ, കുറച്ച് കഴിയുമ്പോൾ അത് ചൊറിച്ചിലുണ്ടാകുന്ന രീതികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്കിൻ കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മാത്രം എന്ത് അപ്ലൈ ചെയ്താലും, എണ്ണ തൂത്താലും ക്രീം തൂത്തു എന്ന് പറഞ്ഞാലും, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, ചെയ്യുന്ന സമയത്ത് ഒരു മെച്ചം എന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ ആ ബുദ്ധിമുട്ടുകൾ മാറില്ല. അതുകൊണ്ട് ഡയബറ്റിക് കണ്ടീഷനിൽ ബ്ലഡിനകത്ത് ഷുഗർ ലെവൽ ഹൈ ആയിരിക്കുമ്പം ഇതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്തും ഫംഗസ് ഗ്രോത്തും ഒക്കെ കൂടാനുള്ള ടെൻഡൻസി കൂടുതലുള്ളത് കൊണ്ട് അത് ഏറ്റവും കൂടുതൽ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ഷുഗർ ലെവൽ കൺട്രോളിൽ നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം പലപ്പോഴും പുരുഷന്മാരിലാണെങ്കിൽ ലൈംഗിക അവയവത്തിന് മുകളിൽ ഇങ്ങനെ പൂപ്പൽ പോലെ വരുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഇൻഗ്വൈനൽ ഏരിയ, രണ്ട് കാലും ചേരുന്ന സ്ഥലങ്ങളിൽ സ്കിന്നിന് വളരെ ഫംഗൽ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടാകും. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെജനൽ ഏരിയയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇച്ചിങ്, സ്ഥിരമായിട്ട് വരുന്ന ഇച്ചിങ്ങുകൾ ശരിക്കും അൺകൺട്രോൾഡ് ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ഫംഗസ് ആണ് ഇതിൻ്റെ വളരെ കോമൺ ആയിട്ട് വരുന്നത്. കാരണം ഫംഗസിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഷുഗറാണ്. ഷുഗർ ലെവൽ കൂടി നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫംഗസ് ഗ്രോത്തും കൂടുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിരയുടെ പ്രശ്നമാണ്. നമ്മളൊക്കെ വിരയുടെ മരുന്ന് കഴിച്ചാൽ എത്ര നാളായി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പണ്ടൊക്കെയാണ് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണ് അവർ വിരയുടെ മരുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ അപ്പോൾ അവർ കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുമെന്നുള്ളതല്ലാതെ ഇതിനൊരു പ്രോപ്പർ ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ, അത് ആയുർവേദം, ഹോമിയോ, ഇംഗ്ലീഷ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ വിരയുടെ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു മെച്ചം തോന്നണം. കാരണം വിരയുടെ ശല്യം, കൃമിശല്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുകയും, പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രശ്നങ്ങൾ ഒരു മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ആ മരുന്ന് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ മാറ്റിപ്പിടിക്കണം. പലപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന വിരയുടെ മരുന്നൊന്നും ഒട്ടും മതിയാവത്തില്ല. അതിന് ചിലപ്പം അതിൻ്റെ കൂടെ വേറെ കോമ്പിനേഷൻസ്, വേറെ ഡോസേജുകൾ, എത്ര ദിവസങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിലൂടെ അത് പ്രോപ്പറായിട്ട് ആയ മെഡിക്കൽ ഓഫീസേഴ്സിനെ കണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വിരയുടെ മരുന്ന് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമുക്കതിന് റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്തു പോകണം. അത് ചെയ്യുമ്പം വീട്ടിൽ എല്ലാവരും ചെയ്ത് പോയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഈ ചൊറിച്ചിൽ തുടങ്ങും. ഈ പുക്കിളിന് ചുറ്റുമുള്ള ചൊറിച്ചിൽ, കണ്ണിന് വരുന്ന ചൊറിച്ചിൽ, മലദ്വാരത്തിൽ വരുന്ന ചൊറിച്ചിൽ, ലൈംഗിക അവയവങ്ങളിൽ വരുന്ന ചൊറിച്ചിൽ, അപ്പോൾ പല രീതിയിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ്, അതേപോലെ ഈ താരൻ്റെ അളവ്, നല്ല അളവ് കൂടുന്നത്, ഇതെല്ലാം വിരയുമായിട്ട് ബന്ധപ്പെട്ട നല്ല കണക്ഷനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ക്ലിയർ ആക്കേണ്ടത് വിരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ചില സ്കിൻ കണ്ടീഷനിൽ ഞാൻ ആദ്യം പറഞ്ഞത് പ്രോട്ടീൻ റിലേറ്റഡ് അലർജി, അതായത്
ഇപ്പം നമ്മൾ ഒത്തിരി കൺസൾട്ടേഷനിൽ കണ്ടേക്കുന്നതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഒത്തിരി ആൾക്കാരിൽ നിന്ന് കുറച്ച് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ലിസ്റ്റിനകത്ത് മനസ്സിലായേക്കുന്നത് 90% കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാല് കാണിക്കാറുണ്ട്, ഗോതമ്പ്, മൈദ അങ്ങനത്തെ സാധനങ്ങളിലുണ്ട്. അതായത് റസ്ക്, ബിസ്ക്കറ്റ്, ബ്രെഡ് സാധനങ്ങളൊക്കെ അത് കഴിക്കുമ്പോൾ പോകുന്നില്ല, പക്ഷേ ചൊറിച്ചിൽ ആയിരിക്കും അതിൻ്റെ മെയിൻ കാര്യം. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാ മീനുകളുമല്ല, ഈ പറയുന്ന അയല, ചൂര, ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ, കക്ക അങ്ങനത്തെ സാധനങ്ങളില്ലേ. അതേപോലെ നമ്മുടെ പച്ചക്കറികളിലെ ഈ കൂർക്ക എന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ. ഭൂരിഭാഗം ആൾക്കാരെ കണ്ടത് വെണ്ടയ്ക്കും വഴുതനയ്ക്കും നല്ല രീതിയിലുള്ള എച്ചിങ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക് ബോഡി റിജക്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ മാറ്റി വെക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറ്റി വെച്ച് അവസാനം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻ ക്ലിയർ ആക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ ബീഫ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ബീഫ് മാറ്റി വെച്ചു, മുട്ട പറ്റത്തില്ലെന്ന് മുട്ട മാറ്റി വെച്ചു, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പറയുന്ന ഞണ്ട് അല്ലെങ്കിൽ ചെറിയ കൊഞ്ച് കഴിക്കാൻ പറ്റത്തില്ല, അലർജി, അത് മതി. ഇതെല്ലാം മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളവിടെ റിപ്പയറിംഗ് ഒന്നും നടത്തുന്നേ ഇല്ല. ഇത് ശരിയാക്കാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് വേണം. കാരണം നമ്മളിപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു 10-18 കൊല്ലത്തോളം ബീഫ് എന്ന് പറയുന്ന മീറ്റ് കഴിച്ചിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ബീഫ് എനിക്ക് ഭയങ്കര അലർജിയായിരുന്നു. പക്ഷേ അത് നമ്മൾ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, ഡൈജസ്റ്റീവ് എൻസൈംസ്, ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പർട്ടിക്കുലറായിട്ട് ആ ഒരു ഫോക്കസ് ചെയ്ത് 2-3 മാസം കൊണ്ട് 18 കൊല്ലത്തെ അലർജി നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതങ്ങനെ റിപ്പയറിംഗ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അലർജി എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് ബാക്കി ആ അലർജിയുടെ ലിസ്റ്റ് കൂടത്തേ ഉള്ളൂ, അല്ലാതെ അത് കുറയത്തൊന്നുമില്ല. പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ലിവറിൻ്റെ കണ്ടീഷനാണ്. ലിവറിന് ഈ മുഖത്തെ ഈ സൈഡിലെല്ലാം കറുപ്പ് വരും, കാലിലേക്കുള്ള കറുപ്പ് വരും, ചൊറിച്ചിലുണ്ടാകും, ഈ കാര്യങ്ങളെല്ലാം. പിന്നെ വയറുമല്ലാതെ അങ്ങ് ചാടി വരുന്നൊരു രീതിയിലേക്ക് വരും. ഇതൊക്കെ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ വ്യക്തിക്ക് ലിവറിൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഒരു grade 2 ഫാറ്റ് ലിവറൊക്കെ ഉണ്ട് എന്നുള്ള രീതി പറയാം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ അല്ല, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ലിവർ ഇലസ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ഫൈബ്രോ സ്കാനാണ്. അതാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിനകത്ത് ലിവറിനകത്ത് എത്ര കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്, അതിൻ്റെ ഗ്രേഡ് എന്താണെന്ന് കാണിക്കും. പക്ഷേ ലിവർ ഇലസ്റ്റോഗ്രഫി എന്ന് പറയുന്നത് അത് എത്ര അളവിൽ ചുരുങ്ങിയിട്ടുണ്ട്, എത്ര ഡാമേജ് വന്നിട്ടുണ്ട്, അതിന് 4 ഗ്രേഡ് ഉണ്ട്. അതിനകത്ത് ഏത് ഗ്രേഡിലാണ് ചുരുക്കം കിടക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ 1-2 ഗ്രേഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ആക്കി എടുക്കാൻ പറ്റുന്ന ഗ്രേഡുകളാണ്. ബാക്കിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ചുരുങ്ങാൻ തുടങ്ങിയാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് റിക്കവർ ആക്കി എടുക്കാനായിട്ട്. അതിൻ്റെ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ സ്കിന്നിന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കിഡ്നി കണ്ടീഷൻ എന്താ, ക്രിയാറ്റിൻ ലെവൽ കൂടുന്നു, യൂറിയ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഫുൾ ബോഡി ചൊറിച്ചിലുണ്ടാകും. ആ കിഡ്നി റിലേറ്റഡ് കണ്ടീഷൻ്റെ ആൾക്കാരെ നമ്മൾ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. അവരുടെ സ്കിന്ന് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവർക്ക് കിഡ്നിയിലുള്ള ബുദ്ധിമുട്ട് വരുന്നത്. കാരണം സ്കിന്ന് വളരെ ഡ്രൈ ആകും. പിന്നെ ഒരു ജീവനില്ലാത്ത ശരീരത്തിൽ കാണുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ആയിരിക്കും. ഒരു കളർ ഇരുണ്ട് വരികയും അതിന് മുകളിൽ നമ്മളിപ്പോൾ പൗഡർ ഇട്ട് തൂത്ത് കഴിഞ്ഞാൽ ഇരുണ്ട സ്കിൻ കളറിലേക്ക് പൗഡർ ഇട്ട് തൂക്കുമ്പോഴുള്ള ഒരു കണ്ടീഷനില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശരി, ഇത് അത്ര നല്ലൊരു കണ്ടീഷനില്ല, അവർക്കും ഫുൾ ബോഡി ചൊറിച്ചിലായിരിക്കും. ലിവറിൻ്റെ കണ്ടീഷനിൽ വേറെ ഒരെണ്ണമുണ്ട്. ഈ പറയുന്ന ഗ്ലൂട്ടതൈൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് സ്കിന്നിൽ ബുദ്ധിമുട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലിവറിനെ ഒന്ന് ഫംഗ്ഷനിങ് ആക്കി എടുക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ വളരെ കോമൺ ആയിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യം കുടലിൻ്റെ കണ്ടീഷൻ. അതാണ് ഞാൻ ഫുഡിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രെസ് ലെവലിനനുസരിച്ച് സ്കിൻ കണ്ടീഷൻ ഉണ്ടാകും. അതായത് നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് ആകുന്നതനുസരിച്ച് ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയണമെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ട്രെസ് ലെവൽ കൂടണം, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെയിൻ കൂടണം, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകണം, അല്ലെന്നുണ്ടെങ്കിൽ ഉറക്കം ഒന്നും പ്രോപ്പർ ആകാതെ റിപ്പയറിംഗ് നടക്കാത്ത ഒരു രീതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ അറ്റാക്ക്, ഈ എപ്സിൻ ബാർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ് എന്നൊക്കെ പറയുന്ന വൈറസ് അറ്റാക്ക്, ആർക്കെങ്കിലും ഒരു രീതിയിലും എനിക്ക് എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷേ ആകെ പ്രശ്നമാണ്, ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വൈറൽ ടെസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പല ശരീരത്തിൻ്റെയും പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ റീസണായിട്ട് കിടക്കുന്നത് അവരവരുടെ ഇമ്മ്യൂണിറ്റിയാണ്. അതിനെ ഇറിറ്റേറ്റ് ചെയ്തത് വൈറസ് ആയതുകൊണ്ട് ഏത് വൈറസ് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്നുള്ളൊരു കൺഫേം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ കിടക്കുകയാണ്. നമ്മൾ വെറുതെ എന്ത് ഈസി ആയിട്ടാണ് ഒരു ഓയിൻമെൻറ്റ് തൂത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടലിൻ്റെ ഫംഗസ് കൂടുന്നതനുസരിച്ച് താരം കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്കിൻ കണ്ടീഷൻ കിടക്കുന്നത്. ഒരു വ്യക്തിയുടെ മുടി നരയ്ക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അലർജി റിലേറ്റഡ് ആണ്. IG എന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആൻറ്റിബോഡി ലെവൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങളെപ്പോഴും ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്ത് നോക്കണം. ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ഭൂരിഭാഗം സമയം ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്തിനാണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്തിനാണ് എനിക്ക് താരം വരുന്നത്, എനിക്ക് എന്തിനാണ് സ്കിന്നിൻ്റെ പ്രശ്നം വരുന്നത്, ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനും പലപ്പോഴും യാത്ര ചെയ്ത സമയങ്ങളിലൊക്കെ
ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എയർപോർട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കടകളിലോ റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും ആൾക്കാർ കാണും പറയും ഡോക്ടറുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ രാത്രി ചപ്പാത്തി നിർത്തി എൻ്റെ ചൊറിച്ചിൽ ഭയങ്കര നന്നായിട്ടങ്ങ് കുറഞ്ഞു, അത് സ്ഥിരം ചൊറിച്ചിലായിരുന്നു എനിക്ക്. ഞാൻ ഡോക്ടറുടെ വീഡിയോ കണ്ടതിന് ശേഷം പാലൊന്ന് സ്റ്റോപ്പ് ചെയ്തു, ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ചൊറിച്ചിൽ കുറവുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വെരിക്കോസ് റിലേറ്റഡ്. ഈ വെരിക്കോസ് റിലേറ്റഡിലാണ് നമ്മൾ, കാരണം ഇത് മെഡിക്കൽ ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ട് എടുത്ത് പറയുന്നത്. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാലിനിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുന്ന ആൾക്കാരുണ്ട്, കാല് കറുത്ത് വരുന്നവരുണ്ട്. അപ്പോൾ ഉള്ളിൽ ഇൻറ്റർണൽ ബ്ലീഡിങ്, പുറത്തോട്ട് പൊട്ടുന്നില്ലതേ ഉള്ളൂ, പുറത്ത് വ്രണമായിട്ടില്ല, ബ്ലഡ് പോയിട്ടില്ല, പക്ഷേ കാല് കറുത്തിരിക്കുകയാണ്, വെരിക്കോസിൻ്റെ പ്രശ്നമാണ്, നീരും വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റർണലായിട്ട് ബ്ലീഡിങ് ആയിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും രക്തക്കൊഴലുകൾ പൊട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് പാല് കട്ട് ചെയ്യാനാണ് പറയുന്നത്. പാല് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ആ കളറുകളൊക്കെ മാറി ഹീലായിട്ട് നീരും കുറഞ്ഞ് നല്ല രീതിയിൽ വരും. അതിനുള്ള മെഡിക്കേഷൻസ് എടുത്തോട്ട് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഹീലാവും. പക്ഷേ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള പല സ്ഥലത്ത് പറഞ്ഞാൽ പാലും ഈ പറയുന്ന ചൊറിച്ചിലായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. പക്ഷേ എല്ലാവർക്കും അല്ല, പാലൊരു മോശ വസ്തുവേ അല്ല. പക്ഷേ ഈ വെരിക്കോസ് അൾസർ, വെരിക്കോസ് എക്സിമ കണ്ടീഷനിൽ ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷൻ, എപ്പോഴും ഗ്യാസ് എന്ന് പറയുന്ന മലബന്ധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വയറ് അയഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ആൻസൈറ്റി ലെവൽ കൂടുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ചൊറിഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് മരുന്ന് കഴിച്ചിട്ട് എന്ത് കാര്യം? ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചെറിയ മാറ്റങ്ങളൊന്ന് വരുന്നത് നോക്കിക്കേ, എന്നിട്ട് നമുക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു പ്രശ്നമല്ല സ്കിൻ കണ്ടീഷൻ. ഇപ്പം സ്കിന്നിൽ ചൊറിച്ചിൽ കാണിക്കുന്നു, പക്ഷേ ഭാവിയിൽ അത് മുന്നോട്ട് ഭൂരിഭാഗം പലതരം കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അറിയേണ്ടത് സ്കിന്നിൽ ചൊറിച്ചിൽ ഒന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട്, സ്ട്രെസ് ലെവലാണോ, ഗട്ട് റിലേറ്റഡ് ആണോ, ലിവർ റിലേറ്റഡ് ആണോ, കിഡ്നി റിലേറ്റഡ് ആണോ, അതേപോലെ തന്നെ പ്രോട്ടീൻ ഇൻടോളറൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, ഫംഗസ് ഗ്രോത്ത് കൂടിയതാണോ, ഡയബറ്റിക് കോംപ്ലിക്കേഷനിലാണോ, ഇത്തരം കാരണങ്ങൾ കിടക്കുക. നമ്മൾ ഇതൊന്നും നോക്കാതെ ജസ്റ്റ് ഈസി ആയിട്ടൊരു സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.